glorious moments. ചോദ്യം പാസ്റ്ററെ, അതിൻ്റെ ഒരു പ്രമിസ് ഞാൻ ഉദ്ദേശിക്കുന്നത് അനുസരണം എന്ന ടോപ്പിക്കാണ്. പഴയ നിയമത്തില് നമ്മൾ ഉൽപ്പത്തിയിൽ വായിക്കുന്നു, ആദമും ഹവ്വയും അനുസരണ കേട് കാണിച്ചത് കൊണ്ടാണ് അവര് തോട്ടത്തിൽ നിന്ന് വെളിപ്പോയത് എന്ന് വായിക്കപ്പെടുന്നു. അത് അനുസരണക്കേട് കാരണമാണോ അവരെ പുറത്താക്കിയത്? അവരെ പുറത്താക്കിയതാണോ, അവർ പുറത്തു പോയതാണോ? അതും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. നമ്മുടെ മെലിത്യോസ് തിരുമേനി പറഞ്ഞിട്ടുണ്ട് അവർ പുറത്തായിരുന്നു. ശുഭ പാസ്റ്ററിന്റെ അഭിപ്രായമാണ് ചോദിക്കുന്നത്. മെലിത്യോസ് തിരുമേനി പറ്റി ഇരിക്കുമ്പോ ആക്ച്വലി അവരെ പുറത്താക്കുകയാണ്. അവർക്ക് അവിടെ ഉൾക്കൊള്ളാൻ പറ്റി, അവർക്ക് ദൈവത്തെ ഉൾക്കൊള്ളാൻ പറ്റും, ദൈവത്തിന്റെ സാന്നിധ്യം അവർക്ക് അസഹനീയമായി. അങ്ങനെ അവര് ദൈവ സംസർഗം വിട്ടുപോയി. സോ ദൈവം അവരോട് ഈ വൃക്ഷത്തിന്റെ ഫലം കഴിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. സോ അതിന്റെ പരിണത ഫലമല്ലേ അവർ അത് കഴിച്ചത്. സോ അന്നേരം അവിടെ ഒരു അനുസരണ കേട് വന്നില്ലേ? സോ ആ അനുസരണ കേടല്ലേ ബാക്കിയുള്ള കോൺസിക്വൻസസിന്റെ കാരണം? അനുസരണക്കേടല്ല, അനുസരണക്കേട് എന്തുകൊണ്ടാ വന്നേ? അവർക്ക് അനുസരണക്കേട് അവരുടെ അകത്തുള്ളതുകൊണ്ടല്ലേ അവർ അനുസരണക്കേട് കാണിച്ചത്. സോ അവർക്കൊരു റെബല്യസ് ഒരു ക്യാരക്ടർ അകത്തുണ്ടെന്നാണോ അതിന്റെ അർത്ഥം? ഓക്കെ, സോ അന്നേരം അന്നേരം പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ പുതിയ നിയമത്തില് പറയുന്നു ദൈവം സകലരെയും അനുസരണക്കേടിൽ അടച്ചു വെച്ചു എന്ന്. സോ അന്നേരം ദൈവം ഓൾറെഡി ഈ മനുഷ്യനെ ഉണ്ടാക്കിയപ്പോൾ അനുസരണക്കേടിന്റെ ഒരു ക്യാരക്ടർ അവരിൽ ജനിപ്പിച്ചിരുന്നു. സോ അതുകൊണ്ട് അവര് അനുസരണക്കേട് ചെയ്യാനായിട്ട് പ്രേരിതരായി അവരതിൽ വീണു പോകുന്നു. അവർക്ക് വീഴാതിരിക്കാമായിരുന്നോ? സോ ഡെഫിനറ്റ്ലി വീഴും. ഓക്കെ, സോ അന്നേരം ഈ പുതിയ നിയമത്തിൽ പറയുന്ന ഈ വാക്യ പഴയ നിയമത്തിലെ യേശുവിന്റെ ജനനത്തിന് മുമ്പുള്ള ആൾക്കാർക്ക് ആണോ ബാധകം, അതോ സകല ജനത്തിനും ബാധകമാണോ? ഇന്ന് ജനിക്കുന്നവർക്കും ബാധകമാണോ? സോ ഇന്ന് ജനിക്കുന്നവർക്കും ബാധകമാണ്. അതെ, എന്തിനാണ് അനുസരണക്കേട്ടിൽ അടച്ചെന്നൂടെ പറയുന്നുണ്ട്. അതോട് പറഞ്ഞാല് അതെന്തോന്ന്? എല്ലാവരോടും കരുണ കാണിക്കേണ്ടത് അവൻ എല്ലാവരെയും. സോ ഈ കരുണ കാണിക്കാനായിട്ടാണ് അടച്ചെങ്കിൽ ഈ കരുണ എല്ലാവർക്കും കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാവർക്കും പറഞ്ഞോണ്ടിരിക്കുന്നു, ഈ 7 കൊല്ലമായിട്ട് ഞാൻ പറഞ്ഞോണ്ടിരിക്കുന്നത്. പക്ഷെ ഇത് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്നില്ലല്ലോ. പറ്റുന്നില്ല. അന്നേരം അത് അവരുടെ കുഴപ്പമല്ലല്ലോ. അത് അവരുടെ കുഴപ്പമാണ്. അത് ഒരാൾക്ക് ഇപ്പം തിയോളജി അറിയണ്ടല്ലോ, ഒരാളെ സ്നേഹിക്കണോ വേണ്ടോ എന്നുള്ളത് അവന്റെ അല്ലേ. അല്ല, ഈ അനുസരണക്കേട് വേരിയിങ് ഡിഗ്രീസിലാണല്ലോ ഓരോരുത്തരിലും അത് പ്രത്യക്ഷമാകുന്നത്. അന്നേരം വേരിയിങ് ഡിഗ്രീസിലായിരിക്കുമല്ലോ ഇവര് ഈ കരുണയോട് പ്രതികരിക്കുന്നതും. സോ ചിലപ്പം ചിലവർക്ക് അത് ഉൾക്കൊള്ളാനായിട്ട് പറ്റുന്നില്ല. പക്ഷെ ഇത് അതിന്റെ മൂല കാരണം ഈ അനുസരണക്കേടിനകത്ത് കെട്ടിക്കിടക്കുന്നത് കൊണ്ടല്ലേ. അന്നേരം അത് അവരുടെ കുഴപ്പമാകുന്നത് എങ്ങനെയാണെന്ന് ആണ് എന്റെ ചോദ്യം. അപ്പൊ അവർക്ക് കിട്ടിയ ചാൻസിൽ അവര് സ്നേഹിച്ചാൽ അവർക്ക് ആ ജീവനിലേക്ക് പോവാം. അത്രേ ഉള്ളൂ. ഇപ്പൊ കടലിൽ തിര വരുന്ന പോലെയാണ് മനുഷ്യൻ വരുന്നത്. എത്രയോ തിരകൾ വരുന്നു പോകുന്നു. അല്ലെങ്കിൽ നിങ്ങൾ മാവ് കഴിച്ചു വെക്കുന്നതിനകത്ത് കുമ്പള ഉണ്ടാകുന്നില്ല, എത്ര കുമ്പള ഉണ്ടാകുന്നുണ്ട്. അതുപോലെ നമ്മൾ ഒരു സെയിം ജൈവ വ്യവസ്ഥയാണിത്. ഒരുപാട് ഇതില്ല. ഒരു മരത്തിൽ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന പോലെ ഓരോ മനുഷ്യ, പ്രത്യേകിച്ച് ഈ പുഷ്പം തന്നെ നിൽക്കണമെന്ന് നിർബന്ധമൊന്നും. നിങ്ങളാകുന്ന പുഷ്പത്തെ നിത്യജീവനിലേക്ക് നയിക്കും. ഓക്കെ, സോ ഈ വ്യക്തിയുടെ കാഴ്ചപ്പാടും മനോഭാവത്തിനെ ബേസ് ചെയ്തിരിക്കും ഈ കരുണ അനുഭവിക്കുന്നത്. സോ ഈ വ്യക്തിക്ക് അതിലേക്ക് എത്താൻ പറ്റിയില്ലെങ്കിൽ പുള്ളി എപ്പോഴെങ്കിലും എത്തുമോ? നിർബന്ധമില്ല. കാരണം പിന്നെ എത്തുകയല്ല. കാരണം ഒരു പാത്രം കുശവൻ ഉണ്ടാക്കുമ്പോൾ ആ പാത്രം മോശമായി പോയി കഴിഞ്ഞാൽ പിന്നെ വേറൊരു പാത്രമല്ലേ ഉണ്ടാക്കും. പിന്നെ ആ പാത്രം തന്നെ. അന്നേരം ആദ്യത്തെ ഇതിനെല്ലാം ചോദ്യം വരുമ്പോൾ ദൈവം മനുഷ്യനെ ദൈവത്തിന്റെ പ്ലഷറിൽ ഉണ്ടാക്കി എന്ന് പറയുമ്പോൾ ഇതൊരു പ്ലഷറാണോ ഇങ്ങനെ നശിച്ചു പോകുന്ന ഒരു വ്യക്തിയെ ഉണ്ടാക്കുന്നത്? നശിച്ചു പോകുന്നില്ല ദൈവത്തെ സംബന്ധിച്ച്. അല്ല, നമ്മുടെ കാഴ്ചപ്പാടിലേക്ക് നശിച്ചു പോകുന്നത്. പക്ഷെ ഒരു വെസൽ ഉണ്ടാക്കിയിട്ട് അത് അതിന്റെ പൂർത്തീകരണത്തിൽ വരാതെ വേറൊരു വെസലിലേക്ക് മാറ്റുമ്പോൾ ഈ വെസൽ. നമ്മളിപ്പോ ഒരു പടം വരയ്ക്കുമ്പോൾ ചിത്രകാരൻ വരച്ച് നമ്മൾ ചിലപ്പോൾ എന്ത് നല്ല വരയാ. ഞാൻ കണ്ടിട്ടുണ്ട് യൂട്യൂബിലൊക്കെ ഓരോരുത്തർ വരയ്ക്കുന്നത്. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നേരെ അതിന്റെ പുറത്തൂടെ കറുത്ത വരയ്ക്കും. എന്നെ വൃത്തിയുടെ കാണിച്ചു. പിന്നെ ഫൈനൽ പ്രോഡക്റ്റ് അല്ലേ നമ്മൾ നോക്കണ്ടേ. ആ ഫൈനൽ പ്രോഡക്റ്റ് അവസാനം അവൻ വരച്ച് തീർത്ത് കഴിഞ്ഞാൽ ക്യാൻവാസ് എടുത്ത് തിരിച്ചു വെച്ചു. സോ അന്നേരം തുടക്കം ഇട്ട ഈ സൃഷ്ടി എന്ന ഈ വ്യക്തി വേറൊരു വ്യക്തിയായിട്ട് മാറുകയാണോ? അതായത് നിങ്ങളിൽ ഒരു നല്ല വേല ആരംഭിച്ചവൻ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ ആ മാർവൽ മനസ്സിലാക്കും. അതിന്റെ ഇടയ്ക്ക് നിന്ന് നമ്മൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമില്ല. സോ നമുക്ക് അതുകൊണ്ടാണ് നമ്മൾ ജഡ്ജ് പറയുന്നത് ചെയ്യരുത്. ഓക്കെ, ഇടയ്ക്ക് ഒപ്പം ഉണ്ടാകുന്ന മാങ്ങ ഒരു തോട്ടത്തിൽ നിന്ന് പറിച്ചിട്ട് ഇപ്പൊ തന്നെ അറിയാമല്ലോ, ഈ അമേരിക്കയിലൊക്കെ വിളവെടുക്കുന്ന സമയത്ത് ഹൈ എൻഡ്
ഗ്രോസറി സ്റ്റോറിലോട്ടുള്ളത് സെലക്ട് ചെയ്യും. അവർ ഒരേ വലിപ്പമുള്ള ഉം. കേടില്ലാത്ത. ഉം. അതുപോലെ ഇങ്ങനെ വരുന്ന ഈ പ്രോഡക്റ്റ് നിയമിക്കപ്പെട്ടിരിക്കുന്നവർ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇതുണ്ടല്ലോ അതവിടെ നിൽക്കിയല്ലോ ഒരേപോലെ. അതായത് ഊർജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ലല്ലോ. ഓക്കെ. അതുപോലെ തന്നെയല്ലേ മാറ്ററും. കാരണം ഊർജത്തിന്റെ ഒരു വകഭേദമല്ലേ മാറ്റർ. അതെ. അപ്പൊ ടോട്ടൽ എമൗണ്ട് ഓഫ് എനർജി ഈസ് ഓൾവേസ് സെയിം അല്ലേ. അതെ. അപ്പൊ പിന്നെ ആര് നശിക്കും? ഇന്ന് ജീവിക്കുന്നവർ അതേ അനുസരണക്കേടിൽ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. സോ ഈ അനുസരണക്കേടിൽ നിന്ന് വെളി വരാനായിട്ട് എന്നാണ് ചെയ്യേണ്ടത്? അനുസരണക്കേടിൽ നിന്ന് വെളി വരണമെങ്കിൽ അനുസരിക്കണം. അനുസരണമാണ് അനുസരണക്കേട്. സോ അന്നേരം അനുസരണം ദൈവരാജ്യത്തിൽ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു കാര്യമായില്ലേ? യേശുക്രിസ്തുവിനെ പറ്റി പറയുന്ന അനുസരണം പഠിച്ച് തികഞ്ഞവനല്ലേ. ത്രൂ ഒബീഡിയൻസ്. എബ്രായർക്ക് ലേഖനം പറയുന്നു. സോ അങ്ങനെ വരുമ്പോൾ നമ്മുടെ ഇൻഡിവിജ്വൽ അനുസരണത്തിന് എന്താണ് പ്രാധാന്യം? അതിന്റെ എഫക്ട്സ് എന്താണ്? ലൈക്ക് ആ ഇൻഡിവിജ്വൽ അനുസരണത്തിന് പ്രാധാന്യമുണ്ടോ? പ്രാധാന്യമുണ്ട്. ക്രിസ്തുവിന്റെ ഭാവത്തിലേക്ക് വരികയല്ലേ. അപ്പൊ പുത്രന്റെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുമ്പോൾ അനുസരണത്തിലുള്ള സ്വരൂപമല്ലേ, അനുസരണം കെട്ടല്ലോ. ഒരുവന്റെ അനുസരണക്കേടിനാലാണല്ലോ സകലരെയും അനുസരണക്കേടിനാക്കിയത്. അന്നേരം ഈ ഇൻഡിവിജ്വൽ അനുസരണത്തിൽ എന്തുവാണ് പ്രാധാന്യം? എന്റെ ചോദ്യം അവിടുന്ന് വരുന്നത്. അതായത് നമ്മളെല്ലാവരും കൃപയ്ക്ക് മേൽ കൃപ പ്രാപിച്ച് ക്രിസ്തു എന്ന അതേ പ്രതിമയായി രൂപാന്തരപ്പെടുകയല്ലേ. അപ്പൊ തേജസ്സിന്റെ മേൽ തേജസ്സിനെ പ്രാപിച്ചിട്ട് ക്രിസ്തു എന്ന പ്രതിമയായി രൂപാന്തരപ്പെടുമ്പോൾ ആ ക്രൈസ്റ്റ് ലൈക്ക്നെസ് വരുമ്പോൾ ഹി മസ്റ്റ് ബി ഒബീഡിയന്റ്. ഒബീഡിയൻസ് നോളജിൽ നിന്നാണോ വരുന്നത്, അതോ അത് നമ്മൾ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമാണോ? ഇപ്പൊ പൗലോസ് തന്നെ പറയുന്നുണ്ട്. അതാണ് സുഹൃത്തിന് ക്ലാരിറ്റി ഇല്ലാത്തത്. ഒബീഡിയന്റ് ടു വാട്ട്? ഓർ ഒബീഡിയന്റ് ടു യുവർ കോൺഷ്യസ് സേ സംതിങ് ആൻഡ് കണ്ടിന്യൂസ്ലി റിബൽസ് അഗൈൻസ്റ്റ്. അപ്പൊ ആ എന്ത് ചെയ്തോണ്ടിരിക്കും? ഡിഫോം ആയിക്കൊണ്ടിരിക്കും. നമ്മുടെ ഇന്നർ ഗൈഡൻസ് ആൻഡ് ദ വെരി ഇൻഡ്വെല്ലിംഗ് പ്രസൻസ് ഓഫ് ദാറ്റ് ഹോളി സ്പിരിറ്റിനെ പറയുന്ന ഗൈഡ് എന്നാണ്, വഴികാട്ടി. അതെ. ആ ഹോളി സ്പിരിറ്റ് എ ടെൻഡർ വോയിസ്. അപ്പൊ നിങ്ങള് കണ്ടിന്യൂസ് ആയിട്ട് ആ ഇന്നർ വോയിസിന് നിങ്ങൾ ലിസൺ ചെയ്യാതെ ഇറ്റേണൽ ലൈഫിനെ നിങ്ങൾ എന്ത് ചെയ്തോണ്ടിരിക്കും? നശിപ്പിച്ചോണ്ടിരിക്കും. നിങ്ങൾക്ക് അത് നഷ്ടപ്പെടും. അതാണ് ഒബീഡിയൻസ് എന്ന് പറയുന്നത്. അല്ലെ, ഒബീഡിയൻസ് എന്ന് പറഞ്ഞാൽ അല്ലാതെ ഒരു കമ്പനിയിൽ കൃത്യം 8 മണിക്ക് വരിക, 5 മണിക്ക് ഇറങ്ങുക, 5 മിനിറ്റ് ചായ കുടിക്കുക, അങ്ങനത്തെ ഒബീഡിയൻസ് അല്ല ഞാൻ പറഞ്ഞത്. ഒരു ഫോഴ്സ്ഫുൾ ആക്ട് അല്ല, ഒരു ഗൈഡഡ് ആക്ട് ആണ്. ഓക്കെ. സോ ഇന്നത്തെ കാലത്ത് ഇന്നിപ്പം ദൈവം വേണ്ട, ബന്ധങ്ങൾ വേണ്ട എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന്. ബട്ട് ദേ സേ ദേ ആർ എ ലോ അബൈഡിങ് സിറ്റിസൺ. അവര് ഈ രാജ്യം വെച്ചിരിക്കുന്ന നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന മാത്രമേ അവർക്ക് പ്രശ്നമുള്ളൂ. ബാക്കിയുള്ളവരുടെ ബന്ധങ്ങളിൽ കോംപ്രമൈസസ് വേണം, ചിലപ്പോൾ അനുസരിക്കേണ്ടി വരും. അതൊക്കെ ബാധകമാകുന്നുണ്ടോ ഇന്നത്തെ കാലത്ത്? രാജ്യങ്ങളെ നിയമങ്ങൾ അനുസരിക്കുമ്പോ ഈ രാജ്യങ്ങൾ നൽകുന്ന എറ്റേണൽ ലൈഫ് അവർക്ക് കിട്ടും. രാജ്യങ്ങൾ എറ്റേണൽ ലൈഫ് കൊടുക്കുന്നുണ്ട്. ഉദാഹരണം പറഞ്ഞാൽ പരമവീര ചക്ര, അല്ലെങ്കിൽ നോബൽ പ്രൈസ്, അല്ലെങ്കിൽ ഭാരതരത്ന, അല്ലെങ്കിൽ മറ്റ് സിവിലിയൻ ഓർഡേഴ്സ്, ബഹുമതികള്, പ്രതിമകൾ ഉണ്ടാക്കുക. അങ്ങനെ അവർ എറ്റേണൽ ലൈഫിലേക്ക് വരുന്നു. ദേ വിൽ ഗെറ്റ് ദാറ്റ് എറ്റേണൽ ലൈഫ്. സ്പിരിച്വൽ റലത്തെ കുറിച്ച് കർത്താവായ യേശുക്രിസ്തുവിലൂടെ ദൈവം പ്രഖ്യാപിക്കുകയും അപ്പോസ്തലന്മാരിലൂടെ പ്രസംഗിക്കപ്പെടുകയും മാലാഖമാരാൽ ഉറപ്പിക്കപ്പെടുകയും രക്തസാക്ഷികളാൽ സാക്ഷ്യം നൽകപ്പെടുകയും ചെയ്ത വിശ്വാസപരമായിട്ട് ഉള്ള നിത്യജീവനെ സംബന്ധിച്ചാണ് ക്രൈസ്തവർ പറയുന്നത്, അല്ലെങ്കിൽ നമ്മൾ പറയും. അത് വേണമെങ്കിൽ ഇതാണ് ലോ അബൈഡിങ് സിറ്റിസൺസിന് ഈ രാജ്യത്തിന്റെ എറ്റേണൽ ലൈഫ് കിട്ടും. ഓക്കെ. സോ നമ്മള് സ്പിരിച്വൽ കാര്യങ്ങളാണ് നമ്മളുടെ ഫോക്കസ്. അല്ല, നമുക്ക് രണ്ടും ഫോക്കസ് ഉണ്ട്. രാജ്യത്തിന്റെ എറ്റേണൽ ലൈഫ് കിട്ടുന്നതിനെ നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നു. ഒരു പ്രതിമയായി മാറിയ മോശമാണോ? ഇപ്പൊ അടൂര് അലക്സാന്റെ ഒരു പ്രതിമ വെക്കാന്ന് പറഞ്ഞാൽ അത് മോശമായിട്ടൊന്നും പക്ഷെ അതേ കാര്യം വേണ്ട എന്തെങ്കിലും ചെയ്യണം. ഇപ്പൊ പുതുപ്പള്ളി ഉമ്മൻചാണ്ടിയുടെ ഒരു പ്രതിമ വെക്കുമായിരിക്കും, ഇതുവരെ വെച്ചിട്ടില്ല. അപ്പൊ അങ്ങനെ വെക്കുന്നത് നല്ലതല്ലേ? ആ ഗ്ലോറി ഇവിടെ നിൽക്കുകയല്ലേ? അത്ര ഇവിടെ നിൽക്കത്തുള്ളൂ. അത് ഇറ്റേണൽ ലൈഫിലേക്ക് പ്രതിഫലിക്കുമോ? അത് ഇവിടുത്തെ ഇറ്റേണൽ ലൈഫാണ്, ഈ സൊസൈറ്റിയുടെ ഇറ്റേണൽ ലൈഫാണ്. മനസ്സിലായോ? എന്നാൽ ഇവിടെ നമ്മൾ നന്മ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് നന്മ ചെയ്താൽ നമുക്ക് പ്രതിഫലം ഇറ്റേണൽ ലൈഫ് കിട്ടുമെന്ന് പറയുന്നതിന്റെ ആ ലോജിക്ക് എന്തുവാ? അതുകൊണ്ടാണ് രഹസ്യത്തിൽ ചെയ്യുന്നവർക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറയുന്നത്. പരസ്യത്തിൽ ചെയ്താൽ അവർക്ക് പ്രതിഫലം കിട്ടിപ്പോയെന്ന് ഞാൻ നിങ്ങളോട് സത്യമായി പറയുന്നു. പിന്നെ ഒന്നും അവശേഷിക്കുന്നില്ലല്ലോ. അന്നേരം ഒരു ക്വാളിഫിക്കേഷൻ, അതിന്റെ ക്വാളിഫിക്കേഷൻ രഹസ്യത്തിൽ ചെയ്യുക എന്നുള്ളതാണ്, ചെയ്യുന്ന പ്രവൃത്തിയിലല്ല. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന കാര്യവും മനുഷ്യനുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന കാര്യമാണ്. അപ്പൊ മനുഷ്യർക്ക് വിളങ്ങേണ്ടതിന് അവരത് ചെയ്യുന്നത് നല്ല കാര്യമാണ്. അപ്പൊ അവർക്ക് ആ മനുഷ്യരിൽ നിന്ന് അപ്രീസിയേഷൻ കിട്ടുന്നു. എന്നാൽ ദൈവത്തിന് വിളങ്ങേണ്ടതിനാണ് നമ്മളത് ചെയ്യുന്നതെങ്കിൽ ദൈവത്തിൽ നിന്ന് അപ്രീസിയേഷൻ ഒരേ പ്രവൃത്തിയായിരിക്കും. കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് ചോദിക്കേണ്ടത്,
കുഞ്ഞുങ്ങളെ അനുസരണം പഠിപ്പിക്കണോ? കുഞ്ഞുങ്ങളെ അനുസരണം പഠിപ്പിക്കും. ഇത് അനുസരണം പഠിപ്പിക്കും. അതെന്തുകൊണ്ടാണ് പഠിപ്പിക്കേണ്ടാത്തത്? അനുസരണക്കേട് അവരെ ആരും പഠിപ്പിച്ചാണ്. അല്ല, അവർക്ക് ഇൻബിൽറ്റ് കൊടുത്തതല്ലേ അത്? അപ്പൊ നമ്മൾ അനുസരിക്കുന്ന കാണുമ്പോ അവരത് മാതാപിതാക്കളുടെ അനുസരണം കണ്ട് അവർ അനുസരണം പഠിക്കും. അതാണ് ശരിയായ രീതി. അത് എല്ലാ മേഖലകളിലും അങ്ങനെ ചെയ്യാൻ പഠിപ്പിക്കാൻ പറ്റുമോ? ലൈക്ക് അവർക്കത് അതങ്ങനെ ഉൾക്കൊള്ളാൻ പറ്റുമോ? ബിക്കോസ് ഇവര് വേരിയൻ ഡിഗ്രീസിലായിരിക്കുമല്ലോ ഇവരുടെ അനുസരണക്കേട് പ്രതിഫലിക്കുന്നത്. അല്ല, ഇപ്പൊ പേരന്റിങ്ങിനെ പറ്റിയുള്ള ചോദ്യമാണ് അനുസരണം പഠിപ്പിക്കുന്ന ഒരു. അതിനിപ്പോ ഒരു ഉത്തരം പറയാൻ ഞാൻ ചോദിച്ചത് പ്രമിസ് അനുസരണക്കേടിനകത്ത് അനുസരണമാണ് എന്റെ പേരന്റിങ് എന്നുള്ള ഒരു വിഷയല്ലേ. ഇപ്പം പക്ഷെ ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി എങ്ങനെ ഇതിനെ കൈകാര്യം ചെയ്യണം? ഗ്ലോറിയസ് ആയിട്ടുള്ള ഒരു വ്യക്തി ഗ്ലോറിയസ് ആയിട്ട് ജീവിക്കുമ്പോ അവന്റെ പിള്ളേർ ഗ്ലോറിയസ് ആയി മാറും. അതിന് പ്രത്യേകിച്ച് അവൻ അനുസരണം പഠിപ്പിക്കാൻ വേണ്ടി. അന്നേരം ഗ്ലോറിയസ് ആയ ജീവിക്കുന്നവരുടെ പിള്ളേർ മോശമായി ജീവിച്ചാൽ ഇവര് ഗ്ലോറിയസ് അല്ലെന്നല്ലേ എന്റെ അർത്ഥം? അങ്ങനെ വേണമെങ്കിൽ പറയാം. സോ നമ്മൾ ഫോഴ്സ് ചെയ്യേണ്ട ഒരു വ്യക്തിയെ അനുസരിപ്പിക്കാൻ ചെയ്യേണ്ട നല്ലത്. ഇപ്പൊ ഞാൻ പറയുന്നത് അതൊക്കെ എന്ന് പറഞ്ഞാൽ, ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ കൊച്ചുങ്ങളെ, ഒരു കൊച്ചു കുഞ്ഞുണ്ടായി അതിന് പല്ല് തേക്കാൻ പഠിപ്പിക്കണ്ടേ? അത് പല്ല് തേക്കണം. അത് പല്ല് തേക്കുന്നത് എന്തിനാണ്? ഭക്ഷണം കഴിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ? ഇതെല്ലാം ഒരു പേരന്റിങ്ങിന്റെ ഭാഗമല്ല. അതെല്ലാം ഒരു അനുസരണം പഠിപ്പിക്കുന്നുള്ള രീതിയിൽ അതൊരു അച്ചടക്കം അവരെ പരിശീലിപ്പിക്കും. അതൊക്കെ ഒരു പേരന്റിങ്ങിന്റെ ഭാഗമാണ്. നമ്മുടെ ഒരു തിയോളജിയുടെ ഭാഗമായിട്ടൊന്നും വരുന്നില്ല. ഗ്ലോറിയസ് മൊമെന്റ്സ് കണ്ടതിന് നന്ദി.